ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മക്കളുണ്ടെന്നൊക്കെ പേരിന് പറയും, അവരൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. മനുഷ്യത്വം എന്ന സാധനം ചേട്ടന് 2 മക്കൾക്കും ഇല്ലെന്ന് ഞാൻ പറയൂ. വളർന്നു കഴിഞ്ഞാ എന്തോന്നച്ഛൻ എന്തോന്നമ്മ. പിന്നെ ആക്സിഡന്റ് കഴിഞ്ഞ് സർജറി ഒക്കെ ചെയ്തെടുക്കുന്ന ആളാ. സംസാരിച്ചു ഉറപ്പിച്ച് ഇവിടുന്ന് എണീപ്പിച്ച് ഓടിച്ചുവിടില്ലേ. പാവ. ഹലോ, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. മെഡിസിൻ വാങ്ങിയതിൻ്റെ 1-2 ബില്ലടിക്കാനുണ്ട്. അപ്പോഴേക്കും നിങ്ങൾ പരിചയപ്പെട്ട് സംസാരിച്ചിരിക്കേ. ചേട്ടാ, ചേട്ടന് കുടിക്കാൻ ചായ ജ്യൂസ് വല്ലതും വേണോ? ഒന്നും വേണ്ട. എന്നാ ഞാൻ പോയിട്ട് വരാം. അച്ഛൻ എന്താ പറ്റിയത്? അച്ഛനാണോ ആക്സിഡന്റ് പറ്റിയത്? അതെ മോളെ, ആരൊക്കെയോ ചേർന്ന് എന്നെ ഇവിടെ എത്തിച്ചു. പിന്നെ ചെലവുകളെല്ലാം നോക്കിയത് മഹിയ. തക്ക സമയത്ത് അയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ. എല്ലാം ഒരു നിയോഗം പോലെ നടന്നതാ മോളെ. എങ്ങനെയാ അച്ഛ അപകടം പറ്റിയ? അത് മോളെ, ഞാൻ പെട്ടെന്ന് അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി വന്ന് തട്ടിയതാ. എന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അച്ഛ? സമയദോഷ. ഒന്നാമത് ഒരു വിവരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ അറിയും? അച്ഛാ, ആ മണിമാല അതെവിടെ? അത് മോളെ പേടിക്കണ്ട, അത് സുരക്ഷിതമായുണ്ട്. പക്ഷേ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ വിളിക്കാൻ പറ്റാത്ത. പിന്നെ മോളെ, എന്റെ അവസ്ഥയെ പറ്റിയൊന്നും തൽക്കാലം സീതയോട് പറയണ്ട. എന്തിനാ ആ പാവത്തിനെ കൂടി വിഷമിപ്പിക്കുന്നേ? പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം തൽക്കാലം മഹിയോട് പറയണ്ട. ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിപ്പിക്കാൻ പറഞ്ഞപ്പോ അവരാരും വരില്ലെന്ന് ഞാൻ ഡോക്ടറോട് കള്ളം പറഞ്ഞു. കുറച്ച് ദിവസം റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇവിടെ നിന്നിറങ്ങിയ ഇനി എങ്ങോട്ട് പോകുമെന്ന് ആലോചിക്കുന്നേ. എന്തെങ്കിലും വഴി ഈശ്വരൻ കാണിച്ചു തരും. ബില്ലടിച്ചു. പിന്നെ ഡോക്ടറെ ഒന്ന് കണ്ടു. ചേട്ടന് ഭാര്യ 2 പെൺമക്കളുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. ഈ കാര്യം അറിയിച്ചാലും അവര് വരില്ലെന്ന് ചേട്ടൻ ഡോക്ടറോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഉള്ളതാണോ? അതെ, അവര് വരില്ല. ഞാനും കുടുംബവും തമ്മില് ചെറിയ തെറ്റല്ല, അതുകൊണ്ടാ വിളിച്ചിട്ടും വരാത്തെ. എന്താ ചേട്ടാ പ്രശ്നം? ഈ സമയത്തല്ല അവരുടെയൊക്കെ ആവശ്യം. 2 പെൺമക്കളുള്ള ഏട്ടനാണോ ആരുമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്? ഇതാണ് ഏട്ടാ ഇപ്പോഴത്തെ കാലം. മക്കളുണ്ടെന്നൊക്കെ പേരിന് പറയും, അവരൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. മനുഷ്യത്വം എന്ന സാധനം ചേട്ടന് 2 മക്കൾക്കും ഇല്ലെന്ന് ഞാൻ പറയൂ. വളർന്നു കഴിഞ്ഞാ
അപ്പോ കഷ്ടപ്പെട്ടതും വളർത്തിയതും ഒന്നും ഓർമ്മ കാണില്ല. അതെങ്ങനെയാ? പണം ഉണ്ടാക്കാനുള്ള ഓട്ടല്ലേ. അച്ഛനെ അമ്മയെ നോക്കാനൊക്കെ എവിടെയാ അവർക്കൊക്കെ നേരം? അല്ല, ഇവിടുന്ന് ചേട്ടൻ എങ്ങോട്ട് പോകാനാ പരിപാടി? അത് ഒന്നും തീരുമാനിച്ചിട്ടില്ല. മക്കളുടെ അടുത്തോട്ട് എന്തായാലും പോകണ്ട. പോയിട്ട് ഒരു കാര്യമില്ല. ഒരു സ്നേഹമില്ലാത്ത അവരുടെ അടുത്തേക്ക് പോകുന്നതിനാ? ഒരു കാര്യം ചെയ്യേ, എനിക്കറിയാവുന്ന ഒരു ഫാം ഹൗസ് ഉണ്ട്. ചേട്ടൻ കുറച്ചു ദിവസം അവിടെ നിൽക്ക്. അസുഖം ഭേദാകുമ്പോ ചേട്ടന് ചെയ്യാൻ പറ്റിയൊരു ജോലി അവിടെ നിന്ന് തന്നെ തരപ്പെടുത്താം നമുക്ക്. ഇനി ചേട്ടൻ ഭാര്യയുടെയും മക്കളുടെ അടുത്ത് പോകുന്നു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. മഹി, രണ്ടുപേരും ഇങ്ങ് വന്നേ. എങ്ങനെയുണ്ട് ആശുപത്രി കിടന്ന ആളിന്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ഛാ. സംസാരിക്കാനൊക്കെ തുടങ്ങി. ഉടൻ ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പറഞ്ഞത്. പുള്ളിക്ക് ഭാര്യയും മക്കളും ഒന്നും ഇല്ലെന്ന് നീ ചോദിച്ചില്ലേ? ഭാര്യ വേറെ എവിടെയാണ്, മക്കള് രണ്ടുപേരുണ്ടെന്നാ പറഞ്ഞത്. പുള്ളിയുടെ വർത്താനം കേട്ടിട്ട് അവരൊന്നും പുള്ളിയെ നോക്കുന്ന ലക്ഷണമില്ല. എന്തൊക്കെ മനുഷ്യരാണോ! ഇതാണെങ്കിൽ ഒരു പാവ മനുഷ്യൻ. സംസാരത്തിൽ തന്നെ അറിയാം. നമുക്ക് ഫാം ഹൗസിലാക്കാൻ കുറച്ച് ദിവസത്തേക്ക്. ആരോഗ്യം പൂർണ്ണസ്ഥിതിയിൽ എത്തിച്ചിട്ട് വിടാം. അതാ നല്ലത്. ഏതായാലും ആളിനെ തിരിച്ചു കിട്ടിയല്ലോ, അതിന് നീ ഒരു നിമിത്തമായി. എടാ, ഞാൻ പറഞ്ഞ സാധനം നീ വാങ്ങിയില്ലേ? അതോ നീ മറന്നോ? ഇല്ല, കാറിലിരിപ്പുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല സർ. അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോ ഞാൻ വല്ലാണ്ടായിപ്പോയി. അതാ. നല്ല ഡിസൈൻ ആണോടാ? സെലക്ഷൻ ഇവിടെയായിരുന്നു. ഇയാളുടെ ഇഷ്ടത്തിനാ വാങ്ങിയത്. ആ